സാറേ സാറേ എന്റെ എഴുത്ത് സാറായിരുന്നു അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഈ സ്ക്രിപ്റ്റ് സാർക്ക് ഇതിന്റെ ഒരു ആശയം വന്നു കഴിഞ്ഞപ്പോ പുതിയ ഇതിലേക്ക് വരുമ്പോ അതിന്റെ എത്രത്തോളം എടുക്കും എന്നുള്ള കാര്യങ്ങൾ ചിത്രീകരണത്തിലുണ്ട്. നമ്മളിപ്പോ എഴുതി വരുന്ന സാധനങ്ങൾ അത് ഡയറക്റ്റ് ചെയ്ത് വരുമ്പോൾ വേറെ രീതിയിലേക്കായി മാറാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം ഇതിന്റെ ഈ എഴുത്ത് വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ എഴുത്ത് വന്നപ്പോഴും കഥ പറയുമ്പോഴുള്ള രീതിയും എഴുതിയപ്പോഴും ഈ ചിത്രീകരണം വന്നപ്പോൾ എങ്ങനെയായി മാറി എന്നുള്ളതാണ് ചോദിച്ചത്. എപ്പോഴും എഴുതി വെക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസം ഷൂട്ടിംഗ് സ്പോട്ടിൽ വരാറുണ്ട്. കാരണം ഒരു കൂട്ടം ക്രിയേറ്റീവ് ജീനിയസുകൾ കൂടെ ഇതിനകത്ത് വരും. പ്രത്യേകിച്ച് മധു അമ്പാട്ട്, ഞങ്ങൾ പല സീനുകളും വായിച്ച് ഓക്കെ ചെയ്തത് തന്നെ സ്പോട്ടിൽ വന്ന് വലിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ഈ ആർട്ടിസ്റ്റുകളും കുറെ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ള സീനിയർ ഡയറക്ടർമാരും ക്യാമറമാരും സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്നും മാറില്ല, കറക്റ്റ് ഡയറക്ടറിന്റെ ഉറച്ചു നിൽക്കുള്ളൂ, അത് ഒരു സിസ്റ്റമായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇവിടെ ചോദിച്ചതാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ രീതി അതല്ല. മധുവും അത് തന്നെയാണ്, ഇംപ്രൂവൈസേഷൻ എപ്പോഴും. അപ്പോൾ ചിലപ്പോൾ ഒരു സീനിൽ ഒരു വലിയ സീൻ ഒന്നോ രണ്ടോ ലുക്കുകളിൽ കൂടെ അവസാനിപ്പിച്ചൊന്നും വരും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ, ഈ മൊണ്ടാഷുകൾ എന്ന് പറയുന്ന ആ ഒരു സംഗീതം ജനാധിപത്യത്തിന്റെ വികലമായ കാര്യങ്ങൾ കാണിക്കുവാൻ വേണ്ടിയുള്ള കുറേ ഷോട്ടുകൾ, ഒരു സോങ് മുഴുവൻ അങ്ങനത്തെ ഷോട്ടുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരാൾ ഈ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ചീട്ട് കളിക്കുമ്പോൾ രാജാവിനെ രണ്ടുപേരെടുത്ത് പിടിക്കുകയാണ്. അപ്പോൾ സാധാരണ കാണുന്ന ചീട്ടിനേക്കാളും ഒരു ആൾ രൂപത്തിലുള്ള ചീട്ടായിട്ട് ഇത് ശരിക്കും എടുത്തിട്ടാണ് കാണിക്കുന്നത്. അവരിങ്ങനെ കൊണ്ടു നടക്കുകയും ആളുകൾ പൂജിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേറെ രണ്ടുപേര് ജോക്കറിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ രാഷ്ട്രീയം ഒരു ജോക്കറിന്റെ ലെവലിലേക്ക് അധപ്പതിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ഷോട്ടുകൾ, ദൃശ്യങ്ങൾ, മൊണ്ടാഷുകൾ എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ ഇതിൽ സീനിനകത്ത് പലപ്പോഴും കാണിക്കാൻ പറ്റിയിട്ടില്ല, സാധിക്കുകയല്ല. ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കരിമ്പന എന്ന സിനിമയാണ് സാറ് എഴുതിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത്. അപ്പൊ അവിടെ മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പണ്ടത്തെ രീതിയിലായിരിക്കില്ല. അപ്പൊ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്, എഴുത്തിന്റെ രീതി ശ്രദ്ധിക്കാറുണ്ട്? അല്ല, അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സബ്ജക്റ്റിനെ നമ്മൾ സമീപിക്കുമ്പോഴും ഓരോ രീതിയായിരിക്കും. ഇപ്പോഴും ഒരു ഗ്രാമീണ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ കരിമ്പനയുടെ അതേ രീതി തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു അത്ര ഗ്രാമങ്ങളല്ലല്ലോ, ഗ്രാമങ്ങളെ ഇല്ല. അഥവാ എടുക്കുകയാണെങ്കിൽ ഒരു പഴയ കഥ എന്ന നിലയിൽ എടുക്കേണ്ടി വരും. പിന്നെ ഈ മാനുഷിക മൂല്യങ്ങൾ, മനപ്പോരാട്ടങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇത് എല്ലാ സിനിമയിലും ഉണ്ടാവേണ്ടതാണ്. അതില്ലെങ്കിൽ അത് ജനങ്ങളിൽ എത്തുകയില്ല. കാരണം ബുദ്ധിയെ മാത്രം സ്പർശിച്ചാൽ പോരാ, ഹൃദയത്തെ സ്പർശിക്കണം. ഞാനെപ്പോഴും ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ചിരിയാണെങ്കിലും ശരി, ചിന്തയാണെങ്കിലും ശരി, ആദ്യം ഹൃദയത്തിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ബുദ്ധിയിൽ ഒരു ആശയമായിട്ട് വയ്ക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുള്ളൂ. ജയൻ സാറിന്റെ കരിമ്പന എന്ന് പറഞ്ഞ സിനിമ ഇതിനെ ഉപയോഗിക്കുന്നത് ഇപ്പൊ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയ ഒരു വ്യക്തിയാണ്. അതേപോലെ പിന്നീട് അങ്ങനെ ആരുമില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തിരിഞ്ഞു. ഇന്നും അദ്ദേഹത്തിനെ ഓർക്കുന്നുണ്ട്, ഇന്നത്തെ ജനറേഷൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട് മനസ്സുകൾ. അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? മറ്റുള്ള ഏത് നടന്മാരെക്കാട്ടും കൂടുതൽ മരിച്ചിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എനിക്കൊരു അത്ഭുതമാണ്. കാരണം ഈ ജയൻ ഫാൻസ് അസോസിയേഷൻ ഒരു 3-4 പേരുണ്ട്, 3-4 ഗ്രൂപ്പുകളുണ്ട്. കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഒക്കെ. ഇവരെല്ലാം എന്നെ കരിമ്പനയുടെ എഴുത്തുകാരൻ എന്ന നിലയിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന ഈ സ്നേഹം, ആരാധന, ഇത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അനലൈസ് ചെയ്തിട്ട് ഒരിക്കൽ സംസാരിച്ചു. ലോകത്തിൽ വളരെ സൂപ്പർ സ്റ്റാറായ കുറച്ച് പേരുണ്ട്. ഒന്ന് ബ്രൂസ് ലീ, പിന്നൊന്ന് ചാർലി ചാപ്ലിൻ. ഇവർ രണ്ടുപേരും അവർ തന്നെ തിരക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സിനിമകളാണ് പുറത്തെത്തിച്ചത്. ജയൻ സ്വന്തമായിട്ടൊരു സിനിമ എഴുതിയിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല, സംവിധാനം ചെയ്തിട്ടില്ല. ആരൊക്കെയോ ചെയ്തിരുന്ന കാര്യങ്ങളിൽ ജയൻ പ്രത്യക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ ജയനെ ഈ 50 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ ഓർക്കുക എന്ന് പറയുമ്പോൾ
അതിനൊരു നിർവചനം കൊടുക്കാനോ വ്യാഖ്യാനിക്കാനോ ഞാൻ എത്ര വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല. അത് അസാധാരണമായ ചില പിറവികൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുപോലെ ഒരു മറ്റു നടൻ പിന്നീട് വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പലരും പറയാറുണ്ട് ചർച്ചകൾ, അതുപോലെ ഒരു നടൻ പിന്നീട് വന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ. അതുപോലെ ഒരു നടൻ വന്നിട്ടില്ല. കാരണം ജയൻ അഭിനയം കൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ടോ ആ അപ്പിയറൻസ് കൊണ്ട് അദ്ദേഹം ആളുകളെ കയ്യിലെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ വാസ്തവത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്ത്യയിലെ തന്നെ വേൾഡിൽ തന്നെയുള്ള വലിയ നടന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ആൾ ഇതാണ്. പക്ഷെ അവര് ഏതെങ്കിലും ചില പടങ്ങളിൽ അവർക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. പക്ഷെ ജയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ജയനെ കണ്ടാൽ മതി. അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അത്ഭുതം എനിക്കും ഉണ്ട്.